പാക് അധിനിവേശ കാശ്മീരിലെ റാവൽകോട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് തെരുവുകൾ മുഖരിതമാകുമ്പോൾ ഉയർന്നു വരുന്നത് പുതിയൊരു മുന്നറിയിപ്പാണ്. ജനങ്ങളുടെ പട്ടിണിയും ദുരിതവും ഇങ്ങനെ തുടർന്നാൽ അവർ ഇന്ത്യയിലേക്ക് തിരിയാൻ നിർബന്ധിതരാകുമെന്ന ഒരു പ്രാദേശിക നേതാവിന്റെ വാക്കുകൾ ഇസ്ലാമാബാദിന്റെ ഉറക്കം കെടുത്തുകയാണ്. പാക് അധിനിവേശ കാശ്മീരിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ പൂർണ്ണമായും ഭരണകൂടത്തിന്റെ കൈവിട്ടു പോയിരിക്കുകയാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം വലിയൊരു ആഭ്യന്തര കലാപമായി മാറിയിരിക്കുന്നു. റാവൽകോട്ടിലും പൂഞ്ചിലും സൂത്ത് നോട്ടിയിലുമെല്ലാം പതിനായിരങ്ങളാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും അവശ്യ സാധനങ്ങൾ കയറ്റിയ ട്രക്കുകൾ തടഞ്ഞുവെച്ച സർക്കാർ നടപടിയുമാണ് ജനരോഷം ആളിക്കത്തിച്ചത്. ഒരു റാലിയിൽ സംസാരിക്കവേ പ്രാദേശിക നേതാവായ അമൻ ഖാൻ നൽകിയ മുന്നറിയിപ്പ് വ്യക്തമായിരുന്നു. ഭരണകൂടം ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചാൽ ആ നിരാശയും ദേഷ്യവും അവരെ ഇന്ത്യയുടെ സഹായം തേടാൻ പ്രേരിപ്പിക്കും എന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ നട്ടം തിരിയുന്ന ഒരു ജനതയുടെ ഗതികേടിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഈ പൊട്ടിത്തെറി. 2025 ഒക്ടോബറിൽ ഭരണകൂടം ജനങ്ങളുമായി ഒപ്പുവെച്ച കരാറുകൾ നടപ്പിലാക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിയുടെ തുടക്കം. ആദ്യം പണപ്പെരുപ്പത്തിനും ഉയർന്ന വൈദ്യുതി നിരക്കിനും ഗോതമ്പ് പൊടിയുടെ കടുത്ത ക്ഷാമത്തിനുമെതിരെയായിരുന്നു സമരമെങ്കിൽ ഇന്നത് പാക് സർക്കാരിന്റെ രാഷ്ട്രീയ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു. പാക് അധിനിവേശ കാശ്മീർ നിയമസഭയിലെ 12 സംവരണ അഭയാർത്ഥി സീറ്റുകൾ എടുത്തു കളയണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ഈ സീറ്റുകൾ ഉപയോഗിച്ച് ഇസ്ലാമാബാദ് തങ്ങളുടെ പ്രാദേശിക സർക്കാർ രൂപീകരണത്തിൽ ഇടപെടുകയും ജനങ്ങളുടെ യഥാർത്ഥ പ്രതിനിധികളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുകയുമാണെന്ന് അവർ ആരോപിക്കുന്നു. സമാധാനപരമായി തുടങ്ങിയ ജനകീയ ആവശ്യങ്ങളെ കടുത്ത നടപടികളിലൂടെ അടിച്ചമർത്താനാണ് പാക് സൈന്യവും ഭരണകൂടവും ശ്രമിച്ചത്. ജൂൺ ആദ്യം നടന്ന സുരക്ഷാ സേനയുടെ നടപടികൾക്കും ഒരു മുതിർന്ന ആക്ഷൻ കമ്മിറ്റി അംഗത്തിന്റെ കൊലപാതകത്തിനും ശേഷമാണ് സമരം അക്രമാസക്തമായത്. പ്രക്ഷോഭ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പ്രധാന നഗരങ്ങളിലെല്ലാം സർക്കാർ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചു. ആയിരക്കണക്കിന് അർദ്ധ സൈനികരെയാണ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. പലയിടത്തും കർഫ്യൂ ഇപ്പോൾ തുടർന്നു പോരുകയുമാണ്. ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ഏറ്റുമുട്ടലുകളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് സ്വതന്ത്ര മനുഷ്യാവകാശ സംഘടനകൾ സാക്ഷ്യപ്പെടുന്നു. അടിച്ചമർത്തലുകൾ കൊണ്ട് ഒരു ജനതയുടെ അവകാശ പോരാട്ടങ്ങളെ എത്ര നാൾ പിടിച്ചു നിർത്താനാകും എന്ന വലിയ ചോദ്യമാണ് റാവൽകോട്ടിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സ്വന്തം പൗരന്മാർക്ക് ഒരു നേരത്തെ അന്നം നൽകാൻ കഴിയാത്ത പാകിസ്ഥാന്റെ കഴിവുകേടുകൾ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഭയത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ തങ്ങളുടെ അതിജീവനത്തിനായി അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്നാണ് ഈ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണപരാജയത്തിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവായി മാറുകയാണ് ഇന്നത്തെ ഈ ചരിത്രപരമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം. ന്യൂസ് ഡെസ്ക്.